അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പ്ലസ് ടു എക്സാംസിനെ സംബന്ധിച്ചൊരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലസ് ടുവിൻ്റെ വാല്യുവേഷൻ ഏപ്രിൽ 3 അതായത് ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ആൻസർ കീസ്, അതായത് ഒഫീഷ്യൽ ആൻസർ കീസിൻ്റെ എല്ലാം ഒരു ഡിസ്കഷൻ ആയിരിക്കും നടക്കുന്നത്. അത് കഴിഞ്ഞ് നാളെയാണ് ഒഫീഷ്യലായിട്ട് വാല്യുവേഷൻ ആരംഭിക്കുന്നത്. വാല്യൂ ചെയ്യുന്ന സമയത്ത് ആദ്യം പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പേപ്പേഴ്സ് ആയിരിക്കും വാല്യൂ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത സെഷനിലാണ് പ്ലസ് ടുവിൻ്റെ മെയിൻ പേപ്പേഴ്സ്, അതായത് പബ്ലിക് എക്സാമിൻ്റെ പേപ്പേഴ്സ് എല്ലാം വാല്യൂ ചെയ്തതിന് ശേഷമാണ് പ്ലസ് വണ്ണിൻ്റെ പബ്ലിക് എക്സാമിൻ്റെ പേപ്പേഴ്സ് എല്ലാം വാല്യൂ ചെയ്യുന്നത്. ആദ്യം പ്ലസ് ടു എക്സാംസിൻ്റെ റിസൾട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പ്ലസ് വൺ എക്സാംസിൻ്റെ റിസൾട്ട് വരുന്നത്. പ്ലസ് ടു എക്സാംസിൻ്റെ റിസൾട്ട് ഏകദേശം ഒരു മെയ് 1 അല്ലെങ്കിൽ 2 വീക്കായിട്ട് വരും. അതുപോലെ പ്ലസ് വൺ എക്സാംസിൻ്റെ റിസൾട്ട് എന്തായാലും കഴിഞ്ഞ വർഷം മെയ് ലാസ്റ്റ് വീക്കാണ് വന്നത്. അതുകൊണ്ട് ഈ വർഷം ഒന്നില്ലെങ്കിൽ മെയ് ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂണൊക്കെ ആയിട്ട് എന്തായാലും പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടും വരും. ഇതുവരെ ഡേറ്റിനെ കുറിച്ചൊരു ഒഫീഷ്യൽ അറിയിപ്പ് വന്നിട്ടില്ല. എന്തായാലും അടുത്തൊരു 2 ആഴ്ചക്കകത്ത് തന്നെ നമുക്കൊരു ഡേറ്റ് അറിയാൻ സാധിക്കും. അതുപോലെ പ്ലസ് ടു എക്സാംസ് ഈ വർഷം കുറച്ച് ടഫായിരുന്നു. പ്രത്യേകിച്ച് സയൻസുകാരുടെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ കൊമേഴ്സുകാരുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി ഒക്കെ ടഫായിരുന്നു. അപ്പോൾ വാല്യുവേഷൻ എങ്ങനെയായിരിക്കും, അത് ലിബറൽ ആയിരിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും വാല്യുവേഷനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ടും അതുപോലെ തന്നെ പ്ലസ് ടു എക്സാം റിസൾട്ട് ഡേറ്റ് അതുപോലെ ഡിഗ്രി അഡ്മിഷൻ, ഇതിനെല്ലാം കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ.